ഹായ് എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ചറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മിക്സ്ചർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. നമ്മൾ നൂൽപ്പിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ 2 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ എടുത്തത്. ഈ കടലപ്പൊടിയിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാതും കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ചിലപ്പോൾ മുഴുവനായിട്ട് ആവശ്യം വന്നെന്ന് വരില്ല. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാതും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തീൻ്റെ മാവ് പോലെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. ഇപ്പം നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ആവശ്യം വന്നിട്ടില്ല കേട്ടോ. കുറച്ച് വെള്ളം ഇതിൽ ബാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലരെടുക്കുന്ന പൊടീൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിനൊക്കെ മാറ്റം വരും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുഴക്കുന്ന അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും മാവ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒക്കെ മാറ്റം വരും. ഇപ്പോൾ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഇതിലേക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഞാൻ 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം ഇട്ട് കൊടുത്തേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് നല്ലോണം ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് നമുക്കിത് നല്ലോണം കുറുക്കിയെടുക്കണം. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം പോലെ ആക്കി എടുക്കരുത്. നല്ല വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബൂന്തി ഒന്നും പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ആ പരുവം മാത്രമേ ആവാൻ പാടുള്ളൂ. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മേലെ ഒഴിച്ച് കൊടുത്ത് നോക്കിയാൽ ഇത്തിരി കട്ടിക്ക് വേണം, എന്നാലേ ബൂന്തി നല്ലോണം നമ്മുടെ പൊന്തി വരുള്ളൂ. കണ്ടോ, ഇതേപോലെയാണ് വേണ്ടത്. ഇത്ര കട്ടിക്ക് നമുക്ക് ആക്കിയെടുക്കണം. അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ ആ എണ്ണ കുറച്ച് ഇതിലേക്ക് മാവിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കായിരുന്നു. അത് ഞാൻ എണ്ണ ഒഴിക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാവ് ആദ്യം കുഴക്കുന്ന സമയത്ത് നമ്മൾ ഏത് എണ്ണയിലാണോ ഇത് പൊരിച്ചെടുക്കണമെങ്കിൽ ആ എണ്ണ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കുകയും ചെയ്യാം. അപ്പം നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നൂൽപ്പിട്ട് ഉണ്ടാക്കുന്ന അച്ച്, നമ്മൾ ഏതാണോ അച്ച്, ചിലർക്ക് ചെറിയ നൂല് പോലുള്ളത് മതിയാവും. ഞാൻ ഇത്തിരി കട്ടിക്കുള്ളതാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ നൂൽപ്പിട്ടിൻ്റെ അച്ചിലേക്ക് ഉള്ളിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഇതിലേക്ക് നൂൽപ്പിട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്കൊരു പാത്രത്തിലേക്ക്, ഇത്തിരി പരന്നൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് നല്ലോണം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കി വെക്കാം. അതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് നൂൽപ്പിട്ട് ചുറ്റുന്ന പോലെ ഇത്തിരി വലുപ്പത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞിട്ടു കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നൂൽപ്പിട്ടിൻ്റെ അച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇതെല്ലാതും നല്ലോണം ഒന്ന് ചുറ്റിയിട്ട് ഇത്തിരി വട്ടമായി കഴിഞ്ഞാൽ നമുക്ക് മതിയാക്കാം. ഇത് നല്ലോണം മൊരിയുന്ന വരെ നോക്കിക്കുക. നല്ലോണം മൊരിഞ്ഞ് കളറ് മാറരുത്. ഇത് ഇത്തിരി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ നല്ലോണം കട്ടിക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തിന്ന് ലെയറായിട്ട് ഒരു ഒറ്റ പ്രാവശ്യം നമുക്ക് നല്ലോണം വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, ഞാൻ മറ്റേ ഭാഗം മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പം നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെളിച്ചെണ്ണ വാരാൻ വെക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ച് നമുക്ക് ചുറ്റിച്ചെടുക്കാം. നമ്മൾ രണ്ടാമത്തെ ബാച്ച് ചുറ്റിയെടുക്കുമ്പോൾ
വെളിച്ചെണ്ണേൻ്റെ നല്ല ചൂടായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ആദ്യം നമ്മൾ ചെറിയ സിമ്മിലേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ചുറ്റിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടായിരിക്കുന്ന കാരണം നമുക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ കൈൻ്റെ അവിടേക്കൊക്കെ നല്ല ചൂട് വരും. അപ്പോൾ ആദ്യം സിമ്മാക്കിയതിന് ശേഷം നമ്മളിത് നല്ലോണം ചുറ്റിച്ചിട്ട് വീണ്ടും തീ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്കിതെല്ലാതും മൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ബൂന്തിയാണ് കേട്ടോ. നമ്മൾ ആദ്യം മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേ ആ ബൂന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഹോൾസ് പോലെയുള്ള ഏതെങ്കിലും ഒരു അരിപ്പേൻ്റെ പാത്രമോ നമ്മൾ കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രമോ അതിൽ ഞാൻ നല്ലോണം മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് വെറുതെ ഇങ്ങനെ കാണിക്കുമ്പോൾ അടിയിലേക്ക് ഇങ്ങനെ തുള്ളി പോലെ മഴത്തുള്ളി പോലെ ഇങ്ങനെ ഒറ്റി വീഴും. നമ്മൾ ബൂന്തി ചെയ്തെടുക്കുമ്പോൾ വെള്ളം പോലെ ലൂസാക്കി എടുക്കരുത്. അപ്പം നമ്മുടെ ബൂന്തി ഇങ്ങനെ ഉരുണ്ട് വരില്ല കേട്ടോ. അപ്പം ഇങ്ങനെ പരന്നു പോവുകയുള്ളൂ. ബൂന്തി ആകുമ്പോൾ നല്ല ഉരുണ്ട് വരണമെങ്കിൽ ഇത്തിരി കട്ടിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൂന്തി നമ്മൾ നേരത്തെ കലക്കി വെച്ച കാരണം ഇത്തിരി കട്ടി കൂടിപ്പോയെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ, ബൂന്തി നല്ല ഭംഗിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ ബൂന്തിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലോണം കറിവേപ്പിലയാണ് ഇതിൽ മൊരിച്ചെടുക്കുന്നത്. കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇതിലിട്ടിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം കറിവേപ്പില മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടുകടല ഏകദേശം ഒരു 100-150 ഉണ്ടാവും കേട്ടോ. നല്ലോണം കളറ് മാറണ്ട, നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം. പിന്നെ ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നത്, കടല സാധാരണ നിലക്കടല, ഇത് നല്ലോണം വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഈ കടലയും പൊട്ടുകടലയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൊട്ടുകടലാണോ കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് കുറച്ച് കൂട്ടി കൊടുക്കുക, കടലയാണോ ഇഷ്ടമെങ്കിൽ അതും കുറച്ച് കൂട്ടി കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയാണ് നല്ലോണം ചതച്ചെടുത്തത്. ആ വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ട് ആ വെളിച്ചെണ്ണയിലാണ് നമ്മളിതെല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. പിന്നെ 2 വറ്റൽമുളകും നല്ലോണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളിയും വറ്റൽമുളകും നല്ലോണം വറുത്ത് കോരി മാറ്റിച്ചിട്ടുണ്ട്. ഇതെല്ലാതും നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ നൂല് പോലെയല്ലേ, അത് നല്ലോണം നമുക്ക് ഒന്ന് അമർത്തുമ്പോൾ തന്നെ അത് നല്ലോണം പൊടിഞ്ഞു വരും കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ പൊടിയായിട്ട് നമുക്കത് പൊടിഞ്ഞു വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ, ബൂന്തിയാണല്ലോ. ആ ബൂന്തി നമുക്ക് ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബൂന്തി എല്ലാതും മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ കടലയും പൊട്ടുകടലയും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും എല്ലാതും കൂടി വറുത്ത് വെച്ചത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നതും ഇതെല്ലാതും കൂടി നമുക്ക് ഈ മിക്സറിൻ്റെ ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും എല്ലാതും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ മിക്സറിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ കായപ്പൊടിയും ഉപ്പൊക്കെ വീണ്ടും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ഒരു കായപ്പൊടീൻ്റെ ടേസ്റ്റ് ഒന്ന് കുറവ് തോന്നി. അപ്പോൾ വീണ്ടും ഇത്തിരി കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തു. നമ്മുടെ മിക്സറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇത് കൂടെ ഈ ചേർത്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്താലാണ് ആ മിക്സറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മിക്സർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതെല്ലാതും ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മിക്സർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്